പ്രിയപ്പെട്ട സുഹൃത്തെ നമസ്കാരം. JDS കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം. 2020 ഡിസംബർ 2-ാം തീയതിയിലെ കറണ്ട് അഫേഴ്സ് ജനറൽ നോളേജ്. ഏതൊരു എക്സാമിനും കറണ്ട് അഫേഴ്സിന് വളരെയധികം പ്രാധാന്യമുണ്ട്. നമ്മൾ ഓരോ ദിവസവും കറണ്ട് അഫേഴ്സ് അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. ഇവിടെ എല്ലാ ദിവസവും ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സ് നൽകിക്കൊണ്ട് നിങ്ങളെ സഹായിക്കാൻ ശ്രമിക്കുന്നു. അതേപോലെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. Name of the Malayalam actor who became the brand ambassador of Mankind Pharma. Mankind Pharmയുടെ ബ്രാൻഡ് അംബാസഡറായിട്ട് മാറിയ മലയാള നടൻ്റെ പേര്? മോഹൻലാൽ. മാൻകൈൻഡ് ഫാർമ ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ്, ഡൽഹി ബേസ്ഡ് ആയിട്ടുള്ളത്. ഏതാണ്ട് 16,000 എംപ്ലോയീസാണ് ഫാർമ കമ്പനിയിൽ ഉള്ളത്. 7,400 കോടി രൂപയുടെ വിറ്റുവരവും. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദി ലാർജസ്റ്റ് എവർ ക്രയോജനിക് പ്രൊപ്പല്ലൻറ്റ് ടാങ്ക് ഡെലിവേർഡ് ബൈ ദി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ടു ദി ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ? ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയ്ക്ക് കൈമാറിയ എക്കാലത്തെയും വലിയ ക്രയോജനിക് പ്രൊപ്പല്ലൻറ്റ് ടാങ്കിൻ്റെ പേര്? C-32 LH-2. ISROയുടെ ജിയോ സിങ്ക്രോണസ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിളിൻ്റെ കപ്പാസിറ്റി 4 ടൺ 6 ടണ്ണിലേക്ക് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ക്രയോജനിക് പ്രൊപ്പല്ലൻറ്റ് ടാങ്ക് ആണ് C-32 LH-2. വിച്ച് വേർഷൻ ഓഫ് ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ ഹാസ് ബീൻ സക്സസ്ഫുള്ളി ടെസ്റ്റിഫൈഡ് ബൈ ദി ഇന്ത്യൻ നേവി ഇൻ ദ ബേ ഓഫ് ബംഗാൾ on 1st December 2020? 2020 ഡിസംബർ 1 ഇന്ത്യൻ നാവികസേന ബംഗാൾ ഉൾക്കടലിൽ വിജയകരമായി പരീക്ഷിച്ച ബ്രഹ്മോസ് സൂപ്പർസോണിക് മിസൈലിൻ്റെ ഏത് വേർഷനാണ്? നേവൽ വേർഷൻ. ബ്രഹ്മോസ് മിസൈൽ ബ്രഹ്മപുത്രയും മോസ്ക്വ റിവറിൻ്റെ സംയോജിത പേരാണ് ബ്രഹ്മോസ്. For which state did the government of India sign a US $133 million loan agreement with the Asian Development Bank to strengthen their power sector? ഊർജ്ജ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനായി ഏഷ്യൻ വികസന ബാങ്കുമായി $133 മില്യൺ വായ്പാ കരാറിൽ ഇന്ത്യ ഗവൺമെൻറ് ഒപ്പുവെച്ചത് ഏത് സംസ്ഥാനത്തിന് വേണ്ടിയാണ്? മേഘാലയ സ്റ്റേറ്റ്. മേഘാലയ 100% വൈദ്യുതീകരണം നേടിയിട്ടുണ്ട്. എന്നിട്ടും സംസ്ഥാനത്തെ വിദൂര ഗ്രാമങ്ങൾ നിരന്തരം വൈദ്യുതി മുടക്കം അനുഭവിക്കുന്നു. അതിൻ്റെ ഭാഗമായി പവർ സെക്ടറിനെ കൂടുതൽ സ്ട്രെങ്തൻ ആക്കുന്നതിന് വേണ്ടിയാണ് ഈ പുതിയ ലോൺ. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദി ഷോർട്ട് ഫിലിം സെലക്ടഡ് ആസ് ഇന്ത്യസ് എൻട്രി ഫോർ ഓസ്കാർസ് 2021 ഇൻ ദി ഷോർട്ട് ഫിലിം കാറ്റഗറി? ഷോർട്ട് ഫിലിം വിഭാഗത്തിൽ ഓസ്കാർ 2021 ഇന്ത്യയുടെ എൻട്രിയായി തിരഞ്ഞെടുത്ത ഷോർട്ട് ഫിലിമിൻ്റെ പേര്? ഷെയിംലെസ്. ഗീത് ഗോമസ് സംവിധാനം ചെയ്ത ഷെയിംലെസ് എന്ന ഷോർട്ട് ഫിലിമാണ് 2021 ഓസ്കർ അവാർഡിന് വേണ്ടി തിരഞ്ഞെടുത്ത ഷോർട്ട് ഫിലിം. നിവിൻ പോളിയുടെ ജല്ലിക്കെട്ട് 27 എൻട്രികളിൽ നിന്ന് തിരഞ്ഞെടുത്ത ഫിലിമാണ് ഇൻ്റർനാഷണൽ ഫീച്ചർ ഫിലിം കാറ്റഗറിയിൽ ഓസ്കാർ 2021 വേണ്ടി തിരഞ്ഞെടുത്തത്. ഹൂ ടുക്ക് ഓവർ ആസ് ദി ഫസ്റ്റ് വുമൻ വൈസ് ചാൻസലർ ഓഫ് 133-year-old അലഹാബാദ് യൂണിവേഴ്സിറ്റി ഓൺ 1st December 2020? 133 വർഷം പഴക്കമുള്ള അലഹാബാദ് സർവകലാശാലയുടെ ആദ്യ വനിതാ വൈസ് ചാൻസലറായി 2020 ഡിസംബർ 1 ആരാണ് ചുമതലയേറ്റത്? പ്രൊഫസർ സംഗീത ശ്രീവാസ്തവ. 133 വർഷം പഴക്കമുള്ള അലഹാബാദ് യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് വുമൻ വൈസ് ചാൻസലറാണ് പ്രൊഫസർ സംഗീത ശ്രീവാസ്തവ. ഹൂ ബിക്കംസ് ദി ഫസ്റ്റ് ഇന്ത്യൻ ടു ബി അപ്പോയിൻറ്റഡ് ആസ് ഗ്ലോബൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഓഫ് ബാറ്റ? ബാറ്റയുടെ ആഗോള ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയി നിയമിതനായ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്?
സന്ദീപ് കട്ടാരിയ. സന്ദീപ് കട്ടാരിയാണ് ബാറ്റയുടെ ഫസ്റ്റ് ഇന്ത്യൻ ടു ബി അപ്പോയിൻറ്റഡ് ആസ് ഗ്ലോബൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. 5 വർഷമായിട്ട് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരുന്ന അലക്സി നസാളിൽ നിന്നാണ് സന്ദീപ് കട്ടാരിയ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന സ്ഥാനം ഏറ്റെടുക്കുന്നത്. ബാറ്റ 1894 സ്ഥാപിച്ചു. ഇന്ന് ഏതാണ്ട് 70 രാജ്യങ്ങളിൽ 35,000 എംപ്ലോയീസ് ബാറ്റയ്ക്കുണ്ട്. ഏതാണ്ട് 180 മില്യൺ പേഴ്സ് ഷൂസാണ് ഓരോ വർഷം ബാറ്റ പുറത്തിറക്കുന്നത്. ഫോർ വിച്ച് കൺട്രീസ് ക്രിക്കറ്റ് ടീം ശ്രീലങ്ക വേൾഡ് കപ്പ് വിന്നർ അസൻഗ ഗുരുസിൻഹ ഹാസ് ബീൻ അപ്പോയിൻറ്റഡ് ആസ് ദി ഹെഡ് കോച്ച്? ഏത് രാജ്യത്തെ ക്രിക്കറ്റ് ടീമിനായി ശ്രീലങ്ക ലോകകപ്പ് ജേതാവ് അസൻഗ ഗുരുസിൻഹയെ മുഖ്യ പരിശീലകനായി നിയമിച്ചത്? നൈജീരിയൻ ക്രിക്കറ്റ് ടീമിന് വേണ്ടിയാണ് അസൻഗ ഗുരുസിൻഹയെ മുഖ്യ പരിശീലകനായിട്ട് നിയമിച്ചിട്ടുള്ളത്. 11 ഇയേഴ്സ് ഇൻ്റർനാഷണൽ കരിയർ ഉള്ള അസൻഗ 147 വൺ ഡേ ഇൻ്റർനാഷണലും 41 ടെസ്റ്റും കളിച്ചിട്ടുണ്ട്. 1996 വേൾഡ് കപ്പ് ഓസ്ട്രേലിയക്കെതിരെ ഫൈനലിൽ 65 റൺസ് നേടിയ സ്പെഷ്യലിസ്റ്റ് ലെഫ്റ്റ് ഹാൻഡ് ബാറ്റ്സ്മാനാണ്. നമ്മളിന്ന് ഇത്രയും ലേറ്റസ്റ്റ് കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്തു. ഓരോ പ്രാവശ്യം നമ്മൾ ഇതേപോലെ അപ്ഡേറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും നമ്മൾ നല്ല വിശ്വാസം നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാനും സാധിക്കും. അതേപോലെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.